ഇന്നത്തെ എൻ്റെ ഡിസ്കഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഈ വോളണ്ടറി ആൻഡ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് മൈഗ്രേഷനും ലേബർ മൈഗ്രേഷനും എല്ലാം ഒരു വോളണ്ടറി എന്ന് പറഞ്ഞാൽ ബൈ ചോയ്സ് ആണ്. നമ്മളെ ആരും നിർബന്ധിച്ചിട്ടല്ല. നമുക്ക് നല്ലതായിട്ട് പഠിക്കണം. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, പത്തനംതിട്ടക്കാരനായ ഞാൻ ഒരു 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് ഒരു തരത്തിൽ മൈഗ്രേഷൻ പറയാം. ഇല്ലെങ്കിൽ ചെന്നൈ പോയി പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ UK പഠിക്കാൻ വേണ്ടി പോകുന്നവര്, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള സിറ്റുവേഷൻ. അതേസമയം വോളണ്ടറി അല്ലാതെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചല്ല. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരാൾ വന്ന് നിങ്ങളോട് ഇവിടുന്ന് അങ്ങനെ ഒരു ഇതല്ല. നമ്മളെ മാനസികമായിട്ട് ചിലപ്പോൾ നിർബന്ധിക്കുന്നതാവും. നമുക്ക് ഉള്ളിൽ ഒരു ഭയം വന്നാൽ നമുക്ക് ജീവിക്കുന്നിടത്ത്, നമ്മൾ ജനിച്ച സ്ഥലത്ത് ഇനി ജീവിക്കാൻ കഴിയില്ല. വി ആർ നോ ലോങ്ങർ ഗോയിങ് ടു ബി ഹിയർ ഇൻ അവർ പ്ലേസ്, ലൈക്ക് വി ആർ നോട്ട് ഗോയിങ് ടു ബി സേഫ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നു. നമ്മൾ അവിടെ നിന്ന് പോകേണ്ടി വരും. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും പറയുകയാണെങ്കിൽ ഇപ്പം പലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അടുത്ത നിമിഷം പലസ്തീനിൽ നിന്ന് കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാവില്ല എന്നറിയില്ല. സ്വാഭാവികമായിട്ടും ജീവനിൽ കൊതിയുള്ള മനുഷ്യൻ മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭയാർത്ഥിത്വങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അത് അഭയാർത്ഥികളിൽ തന്നെ ഒരു രാജ്യത്തിന്റെ ബോർഡർ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ അവരെ അഭയാർത്ഥി എന്ന് വിളിക്കുക. എന്നാൽ ഒരേ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ചിതറി പോവുകയും തിരിച്ച് സ്വന്തം ജന്മ സ്ഥലത്തേക്ക് വരാൻ കഴിയാതിരിക്കുന്നതിന് ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വിളിക്കാൻ കഴിയുമെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഒരു രാജ്യത്തിന് അവർക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. ദർ ഇസ് നോ സിറ്റിസൺഷിപ്പ് ഫോർ ദം, ദർ ഇസ് നോ നാഷണാലിറ്റി ഫോർ ദം. നമുക്കിങ്ങനെ ആവേശം കൊള്ളാൻ വേണ്ടി അല്ലെങ്കിൽ നരമ്പിൽ ചോര തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാഷണാലിറ്റിയുടെയും അല്ലെങ്കിൽ ഒരു കൊടിയുടെയും ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരും ലോകത്തിലുണ്ട്. ആൻഡ് ദാറ്റ് പീപ്പിൾ, ദാറ്റ് stateless people are actually the most vulnerable populations in the world. And we know that Rohingya community, they are people from the Rakhine state, which is in the Myanmar. We know that Myanmar is a kind of a Buddhist state. So Buddhism എന്ന് പറയുമ്പോൾ usually what comes to in our mind, എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? യൂഷ്വലി സമാധാനം, അല്ലേ? സമാധാനമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു സമാധാനത്തിന് നേർവിപരീതമായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ഒരു ഐഡന്റിറ്റിയെ ബേസ് ചെയ്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ ജീവനും കൊണ്ട് അവരവിടെ നിന്ന് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പൊ അത് ഈ ഒരു പോയിന്റ് ആണ് രാഖൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മ്യാൻമാറിന്റെ. അവിടെ നിന്ന് ബംഗ്ലാദേശിന്റെ കോക്സ് ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവർ വരുന്ന ഒരു സിറ്റുവേഷൻ. അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു 1970 തൊട്ട് വളരെ സജീവമായിട്ട് വരുന്നു. എന്നാൽ 2017 കൂടി ഈ കോക്സ് ബസാർ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു കലാപം ഉണ്ടാവുകയും വലിയൊരു നമ്പർ ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യ മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്കും ഇന്ത്യയിലേക്കും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ ഏകദേശം 2.8 മില്യൺ ആളുകൾ റോഹിംഗ്യ റെഫ്യൂജീസ് ആയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ അവരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആണ്. ഇവരുടെ മുസ്ലിം ഐഡന്റിറ്റി കൊണ്ട് തന്നെയാണ് ഇവർ ഒരു പരിധി വരെ പെർസിക്യൂഷൻ ചെയ്യപ്പെട്ടുകൊണ്ട് അതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. വളരെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. സോ ഇന്ത്യയില് ഇത്രയും സ്റ്റേറ്റ്സിൽ പ്രധാനമായിട്ടും ഈ സ്ഥലങ്ങളിലാണ് റോഹിംഗ്യൻ റെഫ്യൂജി ക്യാമ്പുകൾ ഉള്ളത്. നമുക്ക് കേരളത്തിലും ഒരു 12ഓളം പേര് അടങ്ങുന്നത് വയനാട്, ഗവി തുടങ്ങിയ പ്രദേശങ്ങളിലായിട്ട് ഉണ്ട് എന്ന് ആണ് കണക്കുകൾ. അവിടെ ഈ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ റെഫ്യൂജി പോളിസിയെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഫീൽഡ് വിസിറ്റിൽ റോഹിംഗ്യൻ ക്യാമ്പിൽ, അതുപോലെ തന്നെ ശ്രീലങ്കൻ റെഫ്യൂജി ക്യാമ്പിലും ടിബറ്റൻ റെഫ്യൂജി ക്യാമ്പിലും പോയുണ്ട്. സോ ഈ 3 റെഫ്യൂജി ക്യാമ്പിൽ പോയതിൽ ഉള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം മ്യാൻമാറില് അവരുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ബംഗ്ലാദേശിലൊക്കെ ഇവരെ ട്രീറ്റ് ചെയ്ത് ഏറ്റവും ഇൽ ട്രീറ്റഡ് ആണ്. സോ വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യ ഓൾസോ റോഹിംഗ്യൻസ് ആർ ദ മോസ്റ്റ് എന്താ പറയുക ഏറ്റവും മോശമായിട്ട് ഇന്ത്യയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു റെഫ്യൂജി ഗ്രൂപ്പാണ് ഈ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ദേ ഡോണ്ട് ഹാവ് എനി പ്രോപ്പർ shelter, even no proper camp system also. So ഇന്ത്യയിലെ ഒരു റെഫ്യൂജി സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ
ഒരു 1951 ഒരു റെഫ്യൂജി കൺവെൻഷനും 54 റെഫ്യൂജി കൺവെൻഷനും 67 റെഫ്യൂജി പ്രോട്ടോകോളും ഉണ്ട്. സോ ഇൻ ദാറ്റ് ഇന്ത്യ ഇസ് നോട്ട് പാർട്ട് ഓഫ് എനി ഓഫ് ദീസ് ഇന്റർനാഷണൽ റെഫ്യൂജി ഫ്രെയിംവർക്ക്സ്. സോ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അടക്കമുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ റോഹിംഗ്യ റെഫ്യൂജീസിന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഇപ്പോൾ ടിബറ്റൻ റെഫ്യൂജീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സെറ്റിൽമെന്റ്സ് ഇന്ത്യയിലുണ്ട്. ഇപ്പൊ നമുക്ക് കൂർഗിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു സെറ്റിൽമെന്റ് കാണാൻ വേണ്ടി കഴിയും. ഒരു എക്സൈൽ ഗവൺമെന്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ അവര് വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്. പാസ്പോർട്ട് അവർക്കുണ്ട്, അല്ലെങ്കിൽ പാസ്പോർട്ടിന് തുല്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ മാറുന്നുണ്ട്. ഈവൻ പക്ഷെ റോഹിംഗ്യ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവർ താമസിക്കുന്ന വളരെ പരിതാപകരമായ അല്ലെങ്കിൽ ഏറ്റവും എന്താ അൺഹൈജീനിക് ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണ്. സോ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഏകദേശം 30ഓളം ഫാമിലീസ് ഞാൻ ചെല്ലുന്ന സമയത്ത് താമസിച്ചിട്ടുള്ളത്. സോ അവിടെ ഒരിക്കലും ഒരു എന്താ പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. പണ്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. പിന്നെ ഒരു ഫ്ലാറ്റിന്റെ ഒരു ഷെൽട്ടർ ഹോമാണിത്. അതിനകത്താണ് ഈ 30ഓളം ഫാമിലീസ് താമസിക്കുന്നത്. അവിടെ അവർ താമസിക്കുന്നത് ഇതൊരു ഫാമിലിയുടെ ഇപ്പൊ നമുക്കൊക്കെ വീടുകളുണ്ട് അല്ലേ. ഇവിടെ ഏറ്റവും ചെറിയ വീടാണെങ്കിലും നമുക്കൊരു പ്രൈവസി എന്ന് പറയുന്നുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഇതുപോലൊരു ഹോളില് ചിലപ്പോൾ 10ഓ 15ഓ കുടുംബങ്ങളാണുള്ളത്. ഓരോ കുടുംബങ്ങളെയും സാരി അല്ലെങ്കിൽ കാർഡ്ബോർഡ് തുണി ഒക്കെ വെച്ച് മറച്ചിട്ടുള്ള തരത്തിലാണ് അതാണ് ഒരു കുടുംബം. ഇതിപ്പോ ഒരു ഫാമിലിയുടെ ഒരു സ്പേസ് ആണ്. അതാണ് അവരുടെ ഈ ഒരു കെട്ടിടത്തിനകത്ത് ഇത്തരത്തിൽ 10ഓ 18ഓ കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇപ്പൊ 2022 നടക്കുമ്പോൾ 18 ഫാമിലീസും 88 ആളുകളുമാണ് ഈ ഒരു ചെറിയ ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. 2 ടോയ്ലറ്റുകളാണ് അവർക്ക് കോമൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക ജോലി സാധ്യതകളാണെങ്കിലും ഡെയിലി വേജസ് ആണ് അവര് അത്തരത്തിലുള്ള കൂലിപ്പണി പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചില ഫീൽഡ് എക്സ്പീരിയൻസസ് പറയുകയാണെങ്കിൽ ഏകദേശം 2012 ഒരു 4 ഫാമിലീസ് ആണ് ആദ്യമായിട്ട് അവര് ചെന്നൈയിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ചെന്നൈയിലേക്ക് വരുന്നത് അവര് വരുമ്പോ ഒരിക്കലും അവർക്കറിയില്ല അവർ ചെന്നൈയിലേക്കാണ് വരുന്നത്. അവര് എങ്ങനെയൊക്കെയോ ബംഗ്ലാദേശ് ബോർഡർ ക്രോസ് ചെയ്യുന്നു. 24 ബഗാനാസ് ഒക്കെ വഴി അവർ വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലൊക്കെ എത്തുന്നു. കൊൽക്കത്തയിൽ വെച്ച് മീറ്റ് ചെയ്ത ഏതോ മനുഷ്യൻ അവരെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിരുത്തുന്നു. അവരുടെ കയ്യിൽ അതുവരെ ഉണ്ടായിരുന്ന പണം മുഴുവൻ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് അവരെ കൊൽക്കത്തയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഒരു ട്രെയിനിൽ കയറ്റിയിരുത്തുന്നു. ആ ട്രെയിൻ 2-3 ദിവസം യാത്ര ചെയ്ത് ചെന്നൈയിൽ വരുന്നു. റെയിൽവേ പോലീസ് അവരെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി നിർത്തുന്നു. അങ്ങനെ അവർ ചെന്നൈയിൽ വരുന്നു. ഇങ്ങനെയാണ് ഈ ആദ്യത്തെ 4 ഫാമിലീസ് അവർ നമ്മളോട് പറയുമ്പോൾ അവര് ചെന്നൈയിൽ വന്നതിനെ കുറിച്ച് പറയുന്നു. പിന്നീട് അവരുടെ എന്താ പറയുക അവര് 4 ഫാമിലീസ് പിന്നെ ഇപ്പോൾ ഒരു 18 ഫാമിലിയോളം ഉണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 138ഓളം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ 80 കുറെ പേര് ഹൈദരാബാദിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ചെന്നൈയിലെ സംബന്ധിച്ച് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ക്യാമ്പുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം വലിയ ഒരു തരത്തിലുള്ള ഒരു ഭയം അവർക്ക് ചെന്നൈയിലില്ല. അതേസമയം ഡൽഹിയിലെ ഒരു സിറ്റുവേഷൻ ആണ് എല്ലാ വർഷവും റോഹിംഗ്യ ക്യാമ്പുകൾക്ക് തീ പിടിക്കുന്നത് നമ്മൾ വാർത്തയിലൂടെ വായിക്കാറുണ്ട്, കാണാറുണ്ട്. അത് അവരോടുള്ള ഇപ്പൊ ഈ നമ്മളിത് സംസാരിക്കുന്നത് NRCയുടെയും CAAയുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലും കൂടെ ആവുമ്പോൾ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനും വേറെ തരത്തിലേക്കാണ് പോകുന്നത്. അവരുടെ ഒരു മുസ്ലിം എത്നിക് മൈനോറിറ്റിയും കൂടെ ആകുന്നതിന്റെ കുറെ പ്രശ്നങ്ങളൂടെയുണ്ട്. സോ അവിടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവര് ഒരു വിധത്തിൽ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. കുട്ടികളൊക്കെ തമിഴ് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവർ ഡേ ടു ഡേ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽ ആളുകളാണ് വലിയ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ സ്ക്രാപ്പ് കളക്ഷൻ പോലെയുള്ള ജോലികളാണ് ഇവർ കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. സോ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫെസിലിറ്റീസ് എല്ലാം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു സിറ്റിസൺഷിപ്പിന്റെ ഒരു പ്രിവിലേജസ് അവർക്കില്ല. അല്ലെങ്കിൽ ഒരു റെഫ്യൂജി കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം യൂഷ്വലി UNHCR പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ചില താൽക്കാലിക സംവിധാനങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. അവർക്കൊരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ കടന്നു പോകുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ സാനിറ്റേഷൻ ഇഷ്യൂസ് ആണ്, അൺഹൈജീനിക് സറൗണ്ടിങ്സ്, പ്രൈവസി. ഇത് അവരുടെ അടുത്തൊരു ഹൗസ് ഹോൾഡ് ആണ്. അതിനകത്ത് തന്നെ ഇതുപോലൊരു കെട്ടിടത്തിനകത്ത് ഒരു മുറിക്കകത്ത് ഓരോ കുടുംബ
5 6 പേരുള്ള ഒരു അപ്പനും അമ്മയും 2 3 മക്കളും ഉള്ള കുടുംബങ്ങളായിട്ട് കഴിയുന്നത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ്. അവര് അതിനകത്ത് ഒരു പ്രൈവസി ഇല്ല, അവർക്ക് വേറെ തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഇല്ല. അവര് വളരെ വലിയ രീതിയിലുള്ള ഈ കമ്പാരിറ്റീവ്ലി വലിയ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. മറ്റു തരത്തിലുള്ള വയലൻസ്, ഇപ്പം സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗാർഹിക പീഡനം അടക്കമുള്ള ഇഷ്യൂസ് അവരുടെ ഇടയിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓവർ ക്രൗഡഡ് ആണ്, അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്. ബേസിക് നെസസിറ്റീസിനോടുള്ള ഷോർട്ടേജസ് ഉണ്ട്. പിന്നെ വീണ്ടും ഡീപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ള, പ്രത്യേകിച്ച് ഈ മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഡീപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയവും വലിയ രീതിയിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആണ് നമ്മൾ എങ്ങനെയാണ് റെസിലിയൻസിനെ കുറിച്ചും കൂടെ സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇവരെ തിരിച്ച് ഈ കമ്മ്യൂണിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ അവർ ഇത്രയും ബുദ്ധിമുട്ടിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോഴും ചെന്നൈയിലുള്ള ആളുകൾ ഒരു തരത്തിൽ വളരെ ഹാപ്പിയാണ്. കാരണം അവർ പറയുന്നത് മരണത്തെ ഞങ്ങൾക്ക് ഭയമില്ല എന്നുള്ള തരത്തിൽ അവർ നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത ദിവസം ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ തീയിടുകയാണോ എന്താന്ന് പിറ്റേ ദിവസം പുലർച്ചെ കാണുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ അവർ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൽ നിന്നും വളരെ സമാധാനപരത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ട്. അടുത്ത് 2 ആശുപത്രികളുള്ളതുകൊണ്ട് അവിടെ പോകാൻ കഴിയുന്നുണ്ട്. ചെറുതാണെങ്കിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു തരത്തിൽ അവര് അതിനകത്ത് ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ തിരികെ പോകണമെന്നും അവരുടെ ജന്മസ്ഥലത്ത് തിരികെ പോയി താമസിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രായമായ തലമുറയും അവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ഒരു ബിൽഡിങ്ങിന്റെ ഇപ്പോൾ ഇതാണ് അവരുടെ ബിൽഡിങ്. ഈ വെള്ള ഇത് കെട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനാലയമാണ്, അവരുടെ മോസ്ക് അല്ലെങ്കിൽ എന്താണ് അവർക്ക് പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അത്രയ്ക്ക് കൺജസ്റ്റഡ് ആൻഡ് വളരെ നാരോ ഇതിൽ താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. സോ ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് റെസിലിയൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.